എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് വന്ന ഏറ്റവും വലിയ രണ്ട് വാർത്തകൾ: ഒന്ന് നെന്മാറിലെ ഇരട്ട കൊലപാതകം, മറ്റൊന്ന് ആളെക്കൊല്ലി കടുവ ചത്തു എന്നുള്ള വാർത്ത. ചത്തു, ജനങ്ങൾക്ക് ആശ്വാസമായി. പഞ്ചാരക്കൊല്ലിയിലെ ജനങ്ങൾ ഇന്ന് സുഖമായിട്ട് ഉറങ്ങും. അതെന്തായാലും നമുക്ക് സന്തോഷമായി. കാര്യം ഇത്തരമൊരു കടുവയുടെ ഭീതി കാരണം കുറച്ച് ദിവസങ്ങളായി പഞ്ചാരക്കൊല്ലിയിലും പരിസര പ്രദേശങ്ങളിലും ആളുകൾക്ക് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. മാനന്തവാടിയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. അതിനൊരു മാറ്റം ഇന്നുണ്ടായി, സന്തോഷം. എന്നാൽ നെന്മാറയിലെ ഇരട്ട കൊലപാതകം അക്ഷരാർത്ഥത്തിൽ നിയമ സംവിധാനത്തിൻ്റെയും പോലീസ് സംവിധാനത്തിൻ്റെയും ഗുരുതരമായ പിഴവാണ് ഈ ഇരട്ട കൊലപാതകത്തിന് കാരണം എന്ന കാര്യത്തിൽ സംശയമില്ല. നിർദ്ദയം ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയ ഒരാളിന് അയാൾ ജാമ്യ വ്യവസ്ഥ പാലിക്കുന്നുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ കൊടുവാളും കത്തവാളും മറ്റുള്ള ആയുധങ്ങളുമായി അടരാടാൻ തീരുമാനിച്ചിറങ്ങിയ ഒരുവനെ പിടിച്ചകത്തിടാൻ പോലും പോലീസ് താല്പര്യം കാണാത്തതുകൊണ്ട് 2 മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു. ഇന്ന് എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? പ്രൈം ടൈം ആരംഭിക്കുന്നു. ഈ മകളുടെ പൊട്ടിക്കരച്ചിൽ കേരളത്തിൻ്റെ മനസാക്ഷിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മുടെ മുൻ SP എൻകൗണ്ടർ പ്രൈമിൽ പറഞ്ഞതുപോലെ, ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ, ഒരുപക്ഷെ ഇവൻ ഈ കുടുംബത്തെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയ ഒരു നരാധമൻ ആയിരിക്കണം. കാരണം ഇനി ഈ മകളെ കൂടി കൊലപ്പെടുത്താനായിരിക്കണം അവൻ ഒളിവിൽ പോയിരിക്കുന്നത് എന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരുപാട് പരിചയസമ്പന്നനുമായ ജോർജ് ജോസഫ് ഇന്ന് എൻകൗണ്ടർ പ്രൈമിൽ പറഞ്ഞത്. നമുക്കത് അവിശ്വസിക്കാൻ തോന്നില്ല. കാരണം ഇയാളുടെ രീതികൾ കണ്ടാൽ കുറേ കാലം മുമ്പ് അമ്മയെ കൊലപ്പെടുന്നു, അത് കഴിഞ്ഞിന്ന് അല്ലെങ്കിൽ ഭാര്യയെ കൊലപ്പെടുന്നു, ഇന്ന് ഭർത്താവിൻ്റെ അമ്മയും കൊല ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇനി ആ കുടുംബത്തിൽ 2 പെൺകുട്ടികൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രതി ജാമ്യവ്യവസ്ഥകളെല്ലാം ലംഘിച്ച് നിയമങ്ങൾ കാറ്റിൽ പറത്തി നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വിലസുമ്പോൾ നമ്മുടെ പോലീസുകാർ എന്താ ചെയ്യുക? 6 കൊല്ലം മുമ്പ് അമ്മയും ഇന്ന് അച്ഛനെയും മുത്തശ്ശിയും നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ നിലവിളി നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? പക എന്ന വാക്ക് ഇത്ര ഭയത്തോടെയും അറപ്പോടെയും ഞാൻ ഉച്ചരിക്കുന്നത് ഇന്നാണ്. പാലക്കാട് നെന്മാറയിലെ ഇരട്ട കൊലപാതകം നമ്മുടെ നെഞ്ചുലയ്ക്കണം. കൊലപാതക കേസിലെ പ്രതി ജാമ്യത്തിലിറങ്ങി തൻ്റെ ആദ്യ ഇരയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും വെട്ടിക്കൊലപ്പെടുന്നു. ചെന്താമര എന്ന നരാധമൻ്റെ മനോനിലയെപ്പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ തന്നെ ആശങ്ക തോന്നിപ്പോകുന്നെങ്കിൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഇങ്ങനെയൊരു കൊടും ക്രിമിനൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ജാമ്യ ഉപാധികൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരുന്നത് പോലീസ് തന്നെയാണ്. കുറ്റകരമായ അനാസ്ഥയും വീഴ്ചയും കാര്യക്ഷമതയില്ലായ്മയുമാണ് നെന്മാറ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഉപാധികൾ പോകട്ടെ, പലതവണ വധഭീഷണി മുഴക്കിയെന്ന് പരാതിപ്പെട്ടിട്ടും ചെന്താമരയെ നിരീക്ഷണത്തിൽ പോലും വയ്ക്കാതിരുന്ന നെന്മാറ പോലീസ് 23ഉം 20ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെ അനാഥരാക്കിയതിന് മറുപടി പറയേണ്ടി വരും. ഈ പെൺകുട്ടികൾക്ക് ഇനി ആരാണ് സംരക്ഷണം നൽകുക? ആഭ്യന്തര വകുപ്പിനോട് നമ്മളിത് പറയുമ്പോൾ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പോലീസിൻ്റെ കേന്ദ്ര തലത്തിലിരിക്കുന്ന ആളുകൾ പറയും. ഇത്ര ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് സാറേ കേരളത്തിൽ. എന്താണിത്? ഈ 2 പെൺകുട്ടികൾക്ക് ആരാണ് സംരക്ഷണം കൊടുക്കുക? ഈ നരാധമനെ ഈ ആയുധവും എടുത്ത് നെന്മാറയിലൂടെ വിലസാൻ അനുവദിച്ച പോലീസ് സംവിധാനത്തെക്കുറിച്ച് നമ്മൾ, നെന്മാറയിലെ പോലീസ് സ്റ്റേഷനെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ലജ്ജിക്കണം തീർത്തും. പാലക്കാട് നെന്മാറയെ നടുക്കി പട്ടാപ്പകൽ ഇരട്ട കൊലപാതകം അരങ്ങേറിയെന്ന്. പോത്തുണ്ടി സ്വദേശികളെ ലക്ഷ്മി, മകൻ സുധാകരൻ എന്നിവരെ അയൽക്കാരനായ കൊലക്കേസ് പ്രതി ചെന്താമര ഇന്ന് വെട്ടിക്കൊന്നു. കൊലപാതക ശേഷം രക്ഷപ്പെട്ട പ്രതിക്കായി നെല്ലിയാമ്പതിയിലെ വനമേഖലയിലും തമിഴ്നാട്ടിലെ തിരുപ്പൂരിലും പോലീസ് ഇപ്പോൾ വ്യാപകമായ പരിശോധന നടത്തുകയാണ്. ഈ പരിശോധനകളൊക്കെ നിങ്ങളൊരല്പ ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയിരുന്നെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ആദരിച്ചേനെ, നിങ്ങളെ ആശംസിച്ചേനെ. ഇപ്പം നിങ്ങൾ നടത്തുന്നത് ഇനി എന്ത് പ്രയോജനം ചെയ്യുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ പ്രതിയെ കണ്ടെത്തണം, അവനെ കയ്യാമം വയ്ക്കണം. ഈ ജാമ്യ വ്യവസ്ഥ അനുവദിക്കുന്ന ആളുകൾ വരെ ഈ കാര്യത്തിൽ ഒരു കൂലങ്കഷമായ പുനഃപരിശോധന നടത്തുന്ന കാലമായിരിക്കുന്നു. കാര്യം ഇത്തരം പ്രതികൾക്ക് ജാമ്യം കിട്ടിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നുവെന്ന് നമ്മുടെ പോലീസ് സംവിധാനം അന്വേഷിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ കോടതിക്ക് പോലും ഇതൊരു ചോദ്യചിഹ്നമായി ഉയരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 വർഷം മുമ്പ് സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോഴാണ് ചെന്താമരയുടെ ക്രൂരത. പകയോടെ വാളുമായി കാത്തിരുന്ന ചെന്താമര സുധാകരനെ ആക്രമിക്കുകയായിരുന്നു. ആക്രമണം തടയാൻ ശ്രമിച്ച ലക്ഷ്മിയെയും ചെന്താമര വെട്ടി. ഈ മരിച്ച വ്യക്തി സുധാകരേട്ടന്റെ ഭാര്യ 5 വർഷം മുന്നേ കൊലപ്പെടുത്തിയതാ. ആ ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുള്ള വീട്ടിലിറങ്ങിയിട്ട് ഇന്ന് രാവിലെ അവിടെ അമ്മാരുടെ അടുത്ത് അടിവാള് കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തിട്ട് ഇതാണ് എന്റെ സെറ്റപ്പ്, ഇതാണ് എന്റെ വാളെന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചൊരു അരമണിക്കൂർ മുമ്പേക്കും ആ ചേട്ടൻ അവിടെ വെട്ടിയിട്ടു, ആ സുധാകരേട്ടൻ അവിടെ വെട്ടിയിട്ടു. കൊല്ലുമെന്ന് ചെന്താമര മുമ്പും ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന് സുധാകരന്റെ മകൾ അഖില. പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും
പൊട്ടിക്കരഞ്ഞ് അഖിലയുടെ പ്രതികരണം. ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്താണ്, നാട്ടുകാരും കൊടുത്തു, നാട്ടുകാർ പറ്റുള്ളവരുണ്ട്, ഞാനും പോയി കൊടുത്തു. ഇനി എന്താ എൻ്റെ അച്ഛൻ പോയി, അച്ഛമ്മയും പോയി, എന്ത് ഇനി ആൾക്കാർക്ക് പോയി, ഇനി ഞാനാണ് തോന്നുന്നു. ഇനി അയാളെ 4 കൊല്ലം ജയിലിലിരുത്തിട്ട് പിന്നെയും വിടി, എന്നിട്ട് ഇവിടുത്തെ ഓരോരുത്തർ ആൾക്കാരിനെ കൊന്നുകൊണ്ടേ ഇരിക്കും. അയാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഓരോന്നോരോന്നും അവിടെ ആക്കുന്നുണ്ട്. എനിക്ക് പേടിയായിട്ട് ഞാൻ ഇവിടെ വന്ന് ഇരിക്കണില്ല. ചെന്താമരയ്ക്കെതിരെ നാട്ടുകാരും പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. പോലീസ് നടപടിയെടുത്തില്ലെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ പ്രതിഷേധിച്ചു. കൊലപാതക ശേഷം പ്രതി രക്ഷപ്പെട്ടു. ചെന്താമരയുടെ വീട്ടിൽ നിന്ന് വിഷക്കുപ്പിയും കൊലയ്ക്കുപയോഗിച്ച വാളും കണ്ടെടുത്തു. പ്രതിക്കായി നെല്ലിയാമ്പതി വനമേഖല കേന്ദ്രീകരിച്ച് പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. ഡ്രോൺ നിരീക്ഷണവുമുണ്ട്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിലേക്ക് ചെന്താമരയുടെ സഹോദരനുമായി പോലീസ് തിരിച്ചു. 24 പാലക്കാട്. എന്തായാലും അനാഥരാക്കപ്പെട്ട ഈ മക്കളുടെ കാര്യത്തിൽ ആഭ്യന്തര വകുപ്പും സംസ്ഥാന സർക്കാരും എന്ത് പറയുന്നു എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. നിസാം കൊല്ലം അതിനിടയിൽ പറയുന്നു, SKN ആ മക്കളുമാരെ 24 ഏറ്റെടുക്കണം, ഞങ്ങൾ കൊണ്ട് സഹായിക്കാൻ. തീർച്ചയായിട്ടും നിങ്ങളുടെ മഹാമനസ്കതയ്ക്ക് നന്ദി. അതേസമയം സംസ്ഥാന സർക്കാരാണ് ഈ കുട്ടികളെ സംരക്ഷിക്കേണ്ടത്. കാരണം ഈ അക്ഷന്തവ്യമായ അപരാധം സംഭവിച്ചിരിക്കുന്നത് നെന്മാറ പോലീസ് സ്റ്റേഷനാണ്. ജാമ്യവ്യവസ്ഥ ലംഘിച്ച പ്രതി ഇങ്ങനെ നടന്ന് കൊലപാതകം നടത്താൻ സാഹചര്യമൊരുക്കിയത് നമ്മുടെ പോലീസ് സംവിധാനത്തിൻ്റെ കഴിവുകേടാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്നെ ഈ കുട്ടികളെ സംരക്ഷിക്കണം. അതല്ല അവർക്ക് വയ്യ എന്ന് പറഞ്ഞാൽ 24 ഏറ്റെടുക്കും. പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ട്. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കടക്കരുത് എന്ന ഉപാധിയോടെയാണ് 2022 കോടതി ചെന്താമരയ്ക്ക് ജാമ്യം കൊടുത്തത്. 2023 നെന്മാറ പഞ്ചായത്ത് പരിധി മാത്രമാക്കി ജാമ്യ ഇളവ് ചുരുക്കി. പ്രതി ഉപാധി ലംഘിച്ചെന്ന് കണ്ടെത്തിയിട്ടും ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചില്ല. അത് മറ്റൊരു അപരാധത്തിൻ്റെ തുടർക്കഥയാണ് നിർമ്മാല പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചിരിക്കുന്നത്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് പ്രൈം ടൈമിൽ ചേരുന്നു. നിഖിൽ, ഒരുപക്ഷെ നമ്മുടെ പോലീസ് സംവിധാനം ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവം, ഒരാൾ കൊല ചെയ്യപ്പെട്ടു, പ്രതി നടന്ന് പിന്നെയും കൊലപാതകങ്ങൾ നടത്തുമെന്ന് വീമ്പിളക്കുമ്പോഴും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. പറയൂ. തീർച്ചയായിട്ടും SKN, ഗുഡ് ഈവനിങ്. ഇതാണ് മരിച്ച സുധാകരൻ്റെ ആ വീട്, സുധാകരൻ്റെ അമ്മയുടെയും വീട്. തൊട്ടിപ്പുറത്ത് ഒരു മതിലിനിപ്പുറം ഈ പ്രതിയുടെ ചെന്താമരയുടെ വീട്. സത്യത്തിൽ അങ്ങേയറ്റം സ്നേഹത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ നൽകിയും ഒക്കെ കഴിയേണ്ട 2 വീട്ടുകാർ തമ്മിൽ ഇത്രയധികം വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നു. വർഷങ്ങൾ നീണ്ട ആസൂത്രണം, അതിനുശേഷം ഒരു കൊലപാതകം, അതിനുശേഷം 2 തുടർച്ചയായ കൊലപാതകങ്ങൾ. ഇത്രത്തോളം ക്രൂരരാകാൻ മനുഷ്യർക്ക് സാധിക്കുമോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന നിമിഷങ്ങളിലൂടെയാണ് SKN കടന്നു പോകുന്നത്. എന്തായാലും ആ പ്രതിയെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാവുകയാണ്. ആദ്യഘട്ടത്തിൽ ഈ ജാമ്യ ഉപാധികൾ ഈ പ്രതി ലംഘിച്ചു എന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടും അത് ഗൗനിക്കാതിരുന്ന, നാട്ടുകാർ നിരന്തര പരാതി നൽകിയിട്ടും അത് ഗൗനിക്കാതിരുന്ന പോലീസ് നടപടി നമ്മൾ തീർച്ചയായിട്ടും വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. 2022 ആദ്യം അദ്ദേഹത്തിന് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്ന് കാണിച്ചുകൊണ്ട് ജാമ്യം നൽകുന്നു. 2023 അതിലൊരു ഉപാധി കൂടി വെച്ചുകൊണ്ട്, അതായത് പഞ്ചായത്തിൽ പ്രവേശിക്കരുത് എന്നുള്ള ഇതാക്കി ഇളവ് നൽകുന്നു. അതിനുശേഷവും ഈ പ്രതി തൊട്ടടുത്ത വീടുകളിൽ, അതായത് അധികം ദൂരെയല്ല, തൊട്ടടുത്ത വീടുകളിൽ എത്തി എന്ന് അടുത്ത ആളുകൾ പരാതി നൽകിയിട്ട് പോലും അത് ഗൗനിക്കാതിരുന്നതിൻ്റെ പ്രതിഫലനമാണ്. ആ സത്യത്തിൽ ഇത് ഈ കൊലപാതകത്തിന് ഉത്തരവാദികൾ പോലീസുകാർ കൂടിയാണ്, നെന്മാറ പോലീസ് കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. സൂരജ് സജി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂരജ്, ഒരു നാട് ഇപ്പോൾ SKN നമുക്ക് കാണാൻ പറ്റും, ഈ നാട് ഒന്നടങ്കം ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് ആ പ്രതിയെ പിടികൂടാൻ വേണ്ടി. കാരണം അവർക്ക് ആശങ്കയുണ്ട്. 3 പേരെ കൊന്ന പ്രതി, 2 പേരെ കൊല്ലുമെന്ന് പറഞ്ഞു നടക്കുന്ന പ്രതി. അതുകൊണ്ട് ഈ നാട് ഉറങ്ങാതെ കാത്തിരിക്കുകയാണ്. അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് സൂരജ് മുന്നോട്ട് പോകുന്നത്? നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യം. നമ്മൾ ഈ പരിസരമാകെ നടന്ന് ഇവിടെയുള്ള നാട്ടുകാരുമായെല്ലാം സംസാരിച്ചു SKN. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ രാത്രി എങ്ങനെ തള്ളി നീക്കണമെന്ന് അറിയാത്തൊരു ജനതയാണ് ഇവിടെ ആകെ ഉള്ളത്. എന്തും സംഭവിക്കാം, ഏത് നിമിഷം എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ കൊച്ചു കുട്ടികളടക്കം വീട്ടിലേക്ക് കയറ്റി കുട്ടികളോട് പുറത്തിറങ്ങി നടക്കരുതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരോട് ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സുധാകരന്റെ വീട്ടിലായാലും അല്ലെങ്കിൽ പ്രതിയുടെ വീട്ടിലാണെങ്കിലും ഒക്കെ പോലീസിന്റെ വിന്യാസമുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ ഈ പ്രതി മുങ്ങിയതിന് ശേഷം 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിയുന്നത്. അതായത് പകൽ സമയങ്ങളിൽ മലയിൽ ഒളിച്ചിരിക്കും. അതിനുശേഷം ഈ തറവാട്ട് വീട്ടിലെത്തി രാത്രിയോടുകൂടി ഭക്ഷണം കഴിച്ച് മടങ്ങുന്നതായിരുന്നു പ്രതിയുടെ ഒരു രീതി. ഇത് പിന്നീട് പോലീസ് മനസ്സിലാക്കുന്നു. അങ്ങനെ കൃത്യമായി ഈ വീടിന് സമീപത്ത് പോലീസ് കാത്തു നിന്നാണ് അന്ന് പ്രതിയെ പിടിച്ചത്. ആ പിടികൂടിയ സംഘത്തിലെ 2 പോലീസുകാരെ അടക്കം ഇപ്പോൾ ഈ തറവാട്ട് വീട്ടിൽ വിന്യസിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ രാത്രി പോലീസ് ഈ പ്രതിക്കായി പലയിടങ്ങളിൽ വലവിരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തിന് പുറത്തേക്ക് തമിഴ്നാട്ടിലേക്ക് അടക്കം കടക്കാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം മറുതലക്കിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനമായും ഈ പ്രതിയെ സംബന്ധിച്ച് പ്രതിയുടെ ഏറ്റവും വലിയൊരു ഹോബി എന്ന് പറയുന്ന
ഭക്ഷണമാണ്. ഭക്ഷണം കഴിക്കാതെ പ്രതിക്ക് തള്ളി നീക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ പ്രതി ഈ ബന്ധുവീടുകളിലേക്ക് എത്തും എന്നുള്ളതാണ് പോലീസിന്റെ എസ്കേൻ ഇപ്പോൾ പോലീസ് ഉറപ്പിച്ചു പറയുന്ന ആലത്തൂർ DSP ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇയാൾക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഇയാൾ സഹോദരന്റെ വീട്ടിലേക്ക്, ഇവിടെ ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം അതിനുള്ളിൽ മാത്രം ദൂരമുള്ള സഹോദരന്റെ വീട്ടിലേക്ക് എത്തും. അവിടെ 7 പേരെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇതിൽ മറ്റു പ്രധാനപ്പെട്ട കാര്യം 2 പേര്, അതായത് ഇയാളുടെ ചെന്താമരന്റെ ലിസ്റ്റിലുണ്ടായിരുന്ന 2 പേർ കൂടി ഇനിയുണ്ട്. ബിന്ദു, അതോടൊപ്പം തന്നെ പുഷ്പ. ഈ 2 പേരോടുള്ള വൈരാഗ്യം എന്ത് എന്ന് നമ്മൾ ഓർക്കണം സ്കേൻ. കാരണം ഇത് ഇയാളുടെ ഭാര്യ പിണങ്ങിപ്പോയിട്ട് വർഷങ്ങളായി. അതിന് കാരണക്കാരായത് അയൽവാസികളായ ഇവർ 2 പേരാണ് എന്നാണ് ഈ പ്രതി കരുതിയിരിക്കുന്നത്. ഈ പ്രതിയുടെ ഒരു ചിന്തയാണത്. അതിൻ്റെ പേരിൽ ആ 2 പേരെ കൂടി കൊലപ്പെടുത്തുമെന്ന് പലതവണ പറയുകയും അവരെ ആയുധങ്ങളൊക്കെ എടുത്ത് കാണിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനത്തെ ഒരു പ്രതി, ഇത്രയും കുറ്റകൃത്യ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യ വാസനയുള്ള ഒരു പ്രതി നാട്ടിൽ ഇങ്ങനെ വിരാജിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ എന്താണ് സൂരജ് നമ്മുടെ പോലീസ് സംവിധാനത്തെക്കുറിച്ച്? അത് തന്നെയാണ്. അതായത് നിഖിൽ, ഈ സുധാകരന്റെ ഭാര്യയെ ആദ്യം കൊലപ്പെടുത്തുന്നത് ഇത് തന്നെയാണ്. ഈ പ്രതിയുടെ ഭാര്യ പിണങ്ങിപ്പോവാനുള്ള കാരണം ഈ സുധാകരന്റെ ഭാര്യയാണ് എന്ന സംശയത്തിൽ നിന്നാണ് സുധാകരന്റെ ഭാര്യയെ കൊല്ലുന്നത്. പിന്നീട് അവിടെ നിന്ന് ഈ സുധാകരൻ ഫോണിൽ സംസാരിക്കുമ്പോൾ പോലും ഈ പ്രതിയുടെ ഭാര്യയുമായാണ് സംസാരിക്കുന്നതെന്നൊക്കെ സംശയമാണ്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടിൽ നിന്ന് താഴത്തെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെ ഉണ്ട്, ഈ ചുറ്റും പുറത്ത് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പ്രതിക്ക് നിരീക്ഷിക്കാൻ കഴിയും. അങ്ങനെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൊലപാതകമാണ്. അതിന് ഈ സംശയരോഗം, പ്രതിക്കുണ്ടായിരുന്ന സംശയരോഗം തന്നെയാണ് ഈ കൊലപാതകങ്ങളിലേക്കെല്ലാം നയിച്ച സാഹചര്യം ഉണ്ടാക്കിയത് എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും സ്കേൻ, ഈ നാട്ടുകാർക്ക്, ഈ പ്രദേശത്തുകാർക്ക് ഉറങ്ങാൻ കഴിയാത്ത രാത്രിയാണെന്ന് എത്രയും വേഗം ആ പ്രതി പിടിയിലാകട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഈ നാടൊന്നടങ്കം. സ്കേൻ. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേശൻ. സൂരജ് സജി, മധു പറയുന്നു താങ്കളെ ഞാൻ ഇത്ര വികാരാധീനായി കണ്ടിട്ടില്ല. എനിക്ക് മാത്രമല്ല, കേരളത്തിൽ ഈ സംഭവം അറിഞ്ഞിട്ടുള്ള എല്ലാവർക്കും വികാര വിക്ഷോഭമാണ്. നമുക്ക് ചോര തിളയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഒറ്റപ്പെട്ട സംഭവം ഒന്ന് എഴുതി കഴിയുമ്പോൾ ആ കുട്ടിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ വീട്ടിലാണ് സംഭവിച്ചെങ്കിൽ ഒരു അറിയപ്പെട്ട കുറ്റവാളി, ഒരു കൊലപാതകം നടത്തിയ ആൾ പിന്നീട് അതേ സ്റ്റേഷൻ അതിർത്തിയിൽ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ പോലീസ് നോക്കുകൂത്തിയാകുമ്പോൾ പവിത്രൻ ബാധിരപ്പെട്ട ചോദിക്കുന്ന പോലെ എന്തിനാണ് പോലീസ് എന്ന് ചോദിക്കും. ഇയാളാണ് പ്രതി, ഈ സ്ക്രീനിൽ കാണുന്ന ഇയാളാണ് ഈ നരാധമൻ, ഇയാളാണ് ഒളിവിൽ പോയിരിക്കുന്നത്. ഇനിയും അയാളുടെ ലിസ്റ്റിൽ മറ്റുള്ള ആളുകൾ ഉണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇയാളെ ആർക്കെങ്കിലും കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ, ഭക്ഷണപ്രിയനായ ആമാശയം നിറയ്ക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഈ കക്ഷിയെ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ ഉടൻ വിവരം അറിയിക്കുക. കണ്ടാൽ ഒരു പാവത്താൻ്റെ കൂട്ട് തോന്നും, പക്ഷേ ഇയാൾക്ക് കൊന്ന് അറപ്പ് തീർന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചെന്താമര എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. നല്ല ഐശ്വര്യമുള്ള പേര്, കയ്യിലിരിക്കുന്നത് വൃത്തികെട്ട പരിപാടി എന്ന് മാത്രം. എപ്പോഴും സംശയത്തോടെ പെരുമാറുന്ന സ്വഭാവക്കാരനാണ് ചെന്താമര. ചെന്താമരയുടെ ഈ സംശയമാണ് 5 കൊല്ലം മുമ്പ് സുധാകരൻ്റെ ഭാര്യ സജിതയുടെ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. നാട്ടുകാരുമായി തീരെ അടുപ്പമില്ലാത്ത സ്വഭാവമാണ് ഇയാളുടേത്. ചെന്താമരയുടെ നീക്കങ്ങളെല്ലാം ദുരൂഹത നിറഞ്ഞതാണ്. മാനസികമായ എന്തെങ്കിലും പ്രശ്നമുള്ള ആളായിരുന്നു പണ്ട് ഇയാളെന്ന് അറിയില്ല. എന്തായാലും ഇയാളുടെ നീക്കങ്ങളിൽ ദുരൂഹതയുണ്ട്. ഈ കൊലയാളി പ്രത്യേകിച്ച് ഒരു സൈക്കോയാണ്. ഒരു പ്രത്യേകമുള്ള ഒരു മൈൻഡാണ് മൂപ്പർക്ക്. അതായത് മൂപ്പൻ്റെ കൂടെ ആളുടെ ഭാര്യ, മക്കൾ, ഫാമിലീസ് ഒന്നുമില്ല, എല്ലാവരും ഇട്ടെറിഞ്ഞു പോയി. അയൽക്കാരെ എപ്പോഴും സംശയത്തോടെയാണ് ചെന്താമര നോക്കുന്നത്. പലരോടും പക. തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണം മറ്റുള്ളവരെന്ന് ചെന്താമര എപ്പോഴും കരുതി. ചെന്താമരയുടെ ഈ സംശയമാണ് 5 വർഷം മുമ്പ് സുധാകരന്റെ ഭാര്യ സജിതയുടെ കൊലപാതകത്തിന് പിന്നിൽ. ചെന്താമരയുടെ ഭാര്യയും കുട്ടികളും ഇയാളുടെ സ്വഭാവത്തിൽ സഹികെട്ട് പിരിഞ്ഞായിരുന്നു താമസം. ഇതിനു കാരണം സജിത എന്നായിരുന്നു ചെന്താമരയുടെ സംശയം. ആ സമയം സുധാകരന് തിരുപ്പൂരിലായിരുന്നു ജോലി. സുധാകരന്റെയും സജിതയുടെയും മക്കൾ സ്കൂളിലും. ഈ സമയം നോക്കിയായിരുന്നു സജിതയെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലപാതക ശേഷം ചെന്താമര മലമുകളിലെ കാട്ടിലൊളിച്ചു. തന്ത്രപരമായാണ് അന്ന് പോലീസ് ചെന്താമരയെ പിടികൂടിയത്. ചെന്താമരയുടെ പക എന്നിട്ടും അടങ്ങിയില്ല. ജാമ്യത്തിലിറങ്ങിയ പ്രതി ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി. അവസരം കാത്തിരുന്ന് സുധാകരനെയും ലക്ഷ്മിയെയും കൊലപ്പെടുത്തി. തന്റെ കുടുംബം ശിഥിലമാകാൻ കാരണമെന്ന് ചെന്താമരൻ കരുതിയിരുന്ന മറ്റ് 2 പേരെ കൂടി കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു പ്രതി. അതുകൊണ്ട് തന്നെ ഉറങ്ങാതെ പ്രതിയെ പിടികൂടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ നാട്. രാജീവ് സുദേവനൊപ്പം നെന്മാറയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. രാജേന്ദ്രൻ രാമൻ പറയുന്ന നല്ല ചുണക്കട്ടന്മാരായ ആളുകളെ പോലീസിലെടുക്കണം. 20-25 വയസ്സ് പ്രായമുള്ളവർ പണിയേൽപ്പിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. പ്രായത്തിൻ്റെ ഒന്നും പ്രശ്നമല്ല, ഒന്നും സംഭവിക്കില്ല എന്ന വിശ്വാസം, അതല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ മതി സർക്കാർ ജോലിയിൽ എന്നുള്ള ഒരു ധാരണ. ഇതൊക്കെയാണ് ഈ നെന്മാറ പോലീസ് സ്റ്റേഷനിലെ SHOയ്ക്കും മറ്റുള്ളവർക്കും പറ്റിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇയാൾക്ക് ജാമ്യം എടുത്തു കൊടുത്ത 1-2 ആൾക്കാരുണ്ടാകുമല്ലോ, അവരുടെ കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കണം. നമ്മുടെ എൻകൗണ്ടറിൽ ജോർജ് ജോസഫ് പറഞ്ഞതുപോലെ ഇവരുടെ കാര്യം കൂടി അന്വേഷിക്കണം. കാരണം ഇത്രയും നമുക്ക് സൈക്കോ ആണെന്ന് തെറ്റിദ്ധരിക്കാവുന്നതോ അല്ലെങ്കിൽ ധരിക്കാവുന്നതായ ഒരാളിന് ജാമ്യ വ്യവസ്ഥ ലംഘിക്കാതിരിക്കാൻ
ജാമ്യക്കാരനായി നിന്ന രണ്ടുപേരുണ്ട്, അവരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും ഇയാളെ എത്രയും വേഗം കണ്ടെത്തട്ടെ. കാരണം ഇയാളുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇനിയും ആളുകളുണ്ട് എന്നതുകൊണ്ട് നെന്മാറയിൽ ഇനി കൊലപാതകങ്ങൾ അരങ്ങേറരുത് എന്ന് നമുക്ക് എല്ലാവർക്കും നിർബന്ധമുള്ളതുകൊണ്ട് അവരെ പിടിക്കാൻ പോലീസിന് കഴിയട്ടെ. പക്ഷേ ഈ പോലീസ് കാണിച്ച കാര്യക്ഷമതയും ശുഷ്കാന്തിയും ജാഗ്രതയും കുറച്ച് നേരത്തെ നിങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ആ വാവിട്ട് നിലവിളിച്ച ആ അഖിലയ്ക്കില്ലേ, അഖിലയ്ക്ക് അച്ഛനെ നഷ്ടപ്പെടില്ലായിരുന്നു, മുത്തശ്ശിയെ നഷ്ടപ്പെടില്ലായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം വെള്ളറടയിൽ വാഹനാപകടം ഉണ്ടായി. മിനി ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്ന് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പ്രേക്ഷകരെ ഞാൻ കാണിച്ചു തരാം. എത്ര അപകടം പിടിച്ച യാത്രകളാണ് നമ്മുടെ നിരത്തിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ആ ദൃശ്യം ഒരിക്കൽ കൂടി പ്രേക്ഷകർ കാണുക. ഇതാണ് സംഭവിച്ചത്. സലീം മാലിക് തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേർന്നു. സലീം, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. SKN തീർച്ചയായും അതൊരു വലിയ അപകടം. അത് 2 കൂട്ടരുടെയും ഭാഗത്ത് പിഴവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ അമിത വേഗതയിലായിരുന്നു ആ ലോറി വന്നത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതുപോലെ തന്നെ ബൈക്കിൽ ഈ ട്രിപ്പിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, 2 പേരായിരുന്നില്ല 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ആ 3 പേരും ഹെൽമറ്റ് ധരിച്ചിരുന്നുമില്ല. അങ്ങനെ 2 പേരുടെയും ഭാഗത്ത് പിഴവുണ്ടായിട്ടുണ്ട്. ഈ അമിത വേഗതയിലെത്തിയ മിനി ലോറി അത് എതിർ ദിശയിൽ നിന്ന് വരുന്ന ബൈക്കിനെ അവരുടെ തന്നെ ട്രാക്കിലേക്ക് കയറി ഇടിക്കുകയായിരുന്നു. അത് പേടിപ്പിക്കുന്നൊരു അപകടവുമാണ്. ഈ അപകടം സ്ഥലം കടുക്കുറ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും ആനപ്പാറ ഭാഗത്തേക്ക് വരുന്ന സ്ഥലത്തിനിടയിലുള്ളൊരു പ്രദേശമാണ്. വലിയ വേഗതയിൽ ഈ ബൈക്കുകാർ ഹെൽമെറ്റ് വെച്ചിരുന്നില്ലെങ്കിലും വലിയ വേഗതയിലായിരുന്നില്ല. അതേസമയം ഈ മിനി ലോറി വലിയ വേഗതയിലായിരുന്നു എന്ന് മാത്രമല്ല, അപകടമുണ്ടായതിനു ശേഷം 200 മീറ്ററിലധികം മുന്നോട്ട് പോയതിനു ശേഷം മാത്രമാണ് ആ ലോറിക്ക് ബ്രേക്ക് കൃത്യമായി കിട്ടി അതിന് ആ വശത്തേക്ക്, റോഡിൻ്റെ ഒരു വശത്തേക്ക് ഒതുക്കാൻ കഴിഞ്ഞത്. ആ ദൃശ്യങ്ങൾ, ആ CCTV ദൃശ്യങ്ങൾ തന്നെ ആ ലോറി ഈ അപകടമുണ്ടായി ഇവർ തെറിച്ചു വീണതിന് ശേഷവും വളരെ ദൂരം മുന്നിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനും കഴിയും. അതിനുശേഷം ഈ അപകടമുണ്ടായി എന്നറിഞ്ഞ് ബ്രേക്കിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് ആ 200-300 മീറ്റർ അപ്പുറത്തേക്ക് മാത്രം നിർത്താൻ കഴിയുന്ന രീതിയിൽ അത്രയും വേഗതയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം സമീപത്തെ നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. പ്രദേശത്തെ ആശുപത്രിയിലാണ് ആദ്യം, വെള്ളറടയിലെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലാണ് ആദ്യം ഇവരെ പ്രവേശിപ്പിച്ചത്. അതിന് പിന്നാലെ പരിക്ക് ഗുരുതരമായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട്. വെള്ളറട പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസും എടുത്തിട്ടുണ്ട്. SKN സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഹമീദ് ഒരു സന്ദേശം അയച്ചെങ്കിൽ SKN നിങ്ങൾ പോലീസിൻ്റെ മനോവീര്യം കെടുത്തല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കലും കേരള പോലീസിനെ ഏറ്റവും ബഹുമാനത്തോടെ കാണുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. എത്രയോ നല്ല ഓഫീസേഴ്സ് ഉള്ള ഒരു സേനയാണ് നമുക്ക് ഉള്ളത്. എത്രയോ നല്ല കേസുകൾ ഒരുപക്ഷെ CBI പിടിച്ചെടുക്കുന്നതിനേക്കാളും മുമ്പ് കുറ്റവാളികളെ കയ്യാമം വയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ള പോലീസ് സേനയാണ്. എന്നാൽ ഈ പോലീസ് സേനയിൽ തന്നെ ഇങ്ങനെയുള്ള ആളുകളും കയറിയിട്ടുണ്ട്. അതുപോലെ ചില ആൾക്കാർ പറയുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്, അതുകൊണ്ട് നമ്മൾ ഈ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇപ്പോൾ ഒരു നീണ്ട നിരയായി. അങ്ങനെ ഒറ്റപ്പെട്ടെന്ന് പറയുന്നത് ഈ വാവിട്ട് നിലവിളിച്ച ഈ അഖില എന്ന പെൺകുട്ടിയോട് നമുക്ക് പറയാൻ പറ്റും, മോളെ ക്ഷമിച്ചേക്ക്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. നമുക്കാരെങ്കിലും നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവൂ. നമ്മുടെ വീട്ടിലാണ് ഇത് നടന്നതെങ്കിൽ എന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് കാര്യം എളുപ്പമാകും. ഇനി ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് നമ്മൾ ഈ കൊലപാതകത്തെ ന്യായീകരിക്കാൻ പോകണ്ട. അതിനൊന്നും ആളെ കിട്ടില്ല നമ്മുടെ നാട്ടിൽ. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. വയനാട് പഞ്ചാരക്കൊല്ലിയെ ഭീതിയിലാക്കിയ ആളെക്കൊല്ലി കടുവ ചത്തത് കഴുത്തിലേറ്റ മുറിവുകളെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ദൗത്യസംഘത്തിന്റെ തെരച്ചിലിനിടെ കാട് കയറിയ കടുവയ്ക്ക് മറ്റൊരു കടുവയുമായുള്ള ഏറ്റുമുട്ടൽ പരിക്കേറ്റെന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ. കൊല്ലപ്പെട്ട രാധയുടെ മുടിയും കമ്മലും കടുവയുടെ വയറ്റിൽ നിന്ന് കണ്ടെത്തിയെന്നും വാർത്ത. ഇന്നലെ രാത്രി മുതൽ കടുവയെ നിരീക്ഷിച്ചു വരികയായിരുന്നു വനംവകുപ്പ്. മറ്റൊരു കടുവയുമായുള്ള സംഘർഷത്തിൽ പരിക്കേറ്റതാണ് മരണകാരണം. കടുവയുടെ വയറിൽ നിന്ന് രാധയുടെ വസ്ത്രങ്ങൾ, മുടി, കമ്മൽ എന്നിവ കണ്ടെത്തി. 4-നും 7 വയസ്സിനും ഇടയിൽ പ്രായമുള്ള പെൺകടുവയാണ് ചത്തത്. മരണകാലത്തെക്കുറിച്ച് ഡോക്ടർമാരുടെ അഭിപ്രായം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ 4 വലിയ മുറിവുകളുണ്ട്. ആ മുറിവുകളിൽ നിന്നാണ് ഈ കടുവയുടെ മരണം സംഭവിച്ചിരിക്കുക. വസ്ത്രത്തിൻ്റെ അവശിഷ്ടമുണ്ട്, മുടി കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ ഒരു 2 ഇയർ റിങ് കിട്ടിയിട്ടുണ്ട്. പഞ്ചാരക്കൊല്ലിയിലടക്കം വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ നാളെ മുതൽ 3 ദിവസം ജനകീയ തിരച്ചിലെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. 3 ദിവസം 6 ഡിവിഷനുകൾ 6 മേഖലയായി തരംതിരിച്ചുകൊണ്ട് ആവശ്യമാണെങ്കിൽ പോലീസ് സേനയുടെ കൂടെ സഹായം സ്വീകരിച്ചുകൊണ്ട് ഡ്രോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയാണ് പിലാക്കാവ് 3 റോഡിനടുത്ത് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കാലുഷ്യത്തിന്റെ 3 നാൾ കടന്ന പഞ്ചാരക്കൊല്ലി സ്വാഭാവിക ജീവിതത്തിലേക്ക്. അടിക്കാട് വെട്ടുന്നതടക്കം
നാട്ടുകാരുന്നയിച്ച ആവശ്യങ്ങൾ പലതുണ്ട്. ഇതെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് പ്രത്യാശ. അഭിജിത്ത് മുഴക്കുന്നിനും മനു ദാമോദരനും ഷിജു ചവറയ്ക്കുമൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. സൂരജ് മാറനാട് പറയുന്നു, കോടതിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നിയമപരമായ രീതിയിലും മാന്യമായ ഭാഷയിലും ചെയ്യുകയാണെങ്കിൽ സാധാരണ അത് കോടതിയെ ലക്ഷ്യമാകില്ലല്ലോ SKN. അത് നിങ്ങൾ വിമർശിക്കുന്നത് ഏത് കാര്യത്തെക്കുറിച്ചാണ്? വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ആണെങ്കിൽ അത് കോടതിയെ ലക്ഷ്യമായി മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോടതി വിധിയെക്കുറിച്ചും കോടതിയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ജാഗ്രത പാലിക്കണം. കാര്യം കോടതി നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നാണ്. 3 കോട്ടയാണെങ്കിൽ അതിലൊരു കോട്ട ഇതാണ്. ഈ കോടതികൾ നിലനിൽക്കുന്നതാണ് പലപ്പോഴും സാധാരണ മനുഷ്യർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടാനും ഒക്കെ കാരണമാകുന്നത്. അതുകൊണ്ട് വിമർശിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. നരഭോജി കടുവ ചത്തതോടെ ആശ്വാസത്തിലായിരിക്കുന്നു പഞ്ചാരക്കൊല്ലി ഗ്രാമം മുഴുവൻ. കടുവാ ദൗത്യം നടത്തി വനപാലകരെ നാട്ടുകാർ കയ്യടികളോടെ ഇന്ന് സ്വീകരിച്ചു. സന്തോഷം നൽകുന്ന വാർത്തയെന്നായിരുന്നു കൊല്ലപ്പെട്ട രാധയുടെ കുടുംബം 24 പ്രതികരിച്ചത്. ആശങ്കയും ഭീതിയും നിറഞ്ഞ 3 രാപ്പകൽ. പഞ്ചാരക്കൊല്ലിയിൽ ഒടുവിൽ ആശ്വാസത്തിന്റെ നെടുവീർപ്പ്. നാടിനെ വിറപ്പിച്ച നരഭോജി കടുവ ചത്തു. സന്തോഷമായി. പിന്നെ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകാൻ പറ്റും. എനിക്കൊട്ട് മദ്രസയിലൊക്കെ പോവാ. നമുക്ക് വളരെ സന്തോഷം. നമ്മളെ ഏറ്റവും വലിയ സന്തോഷമാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ജീവന്റെ തന്നെ ഒരു രക്ഷയല്ലേ ഇത് കിട്ടിയത്. ഇനിയിപ്പോൾ എല്ലാവർക്കും പണിക്ക് പോകാം, പുറത്തിറങ്ങി നടക്കാം, ധൈര്യത്തിൽ പുറത്തിറങ്ങി നടക്കാം. കയ്യടിച്ചും ആർപ്പ് വിളിച്ചും മധുരം വിതരണം ചെയ്തുമായിരുന്നു നാട്ടുകാരുടെ ആഹ്ലാദ പ്രകടനം. ദൗത്യസേനയ്ക്കും വനപാലകർക്കും പോലീസിനും മാധ്യമപ്രവർത്തകർക്കുമെല്ലാം പ്രദേശവാസികൾ നന്ദി അറിയിച്ചു. എല്ലാ മാധ്യമങ്ങളും തീർച്ചയായും മാധ്യമങ്ങൾക്കും അതുപോലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കും പോലീസുകാർക്കും എല്ലാവർക്കും ഈ പഞ്ചാരക്കൊല്ലി നാട്ടിലെ എല്ലാവർക്കും നന്ദി അറിയിക്കുക. സന്തോഷമുണ്ടെന്നും ഇനി ആർക്കും ഈ അവസ്ഥയുണ്ടാകരുതെന്നുമായിരുന്നു കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ ഭർത്താവ് അച്ചപ്പന്റെ പ്രതികരണം. സന്തോഷം ആയി. എന്തായാലും ഇനി വേറെ ഒരാൾക്ക് ഇനി വരില്ലല്ലോ, അത് ഒരു സമാധാനമുണ്ട്. കടുവാഭീതിക്ക് പരിഹാരമായെങ്കിലും കാട്ടാന ഉൾപ്പെടെയുള്ള മറ്റു വന്യമൃഗങ്ങളുടെ സാന്നിധ്യം പ്രദേശവാസികൾക്ക് ആശങ്കയായി ഇപ്പോഴുമുണ്ട്. ശാശ്വത പരിഹാരം തേടുകയാണ് പഞ്ചാരക്കൊല്ലി നിവാസികൾ. കടുവാഭീതിയിൽ പഞ്ചാരക്കൊല്ലിക്കാർ കഴിഞ്ഞത് 3 ദിനരാത്രങ്ങൾ. ഒടുവിൽ കടുവ ചത്തുവെന്ന ആശ്വാസ വാർത്ത. ഷിജു ചവറയ്ക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 വയനാട്. ചന്ദ്രൻ ചിറയിൽ പറയുന്നു, പോലീസിനും ജാമ്യം നിന്നവർക്കും കോടതിക്കും ഈ ഇന്ന് നടന്ന ഇരട്ട കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന രീതിയിലാണ് ചന്ദ്രൻ്റെ അഭിപ്രായം. ശരിക്കും ഇങ്ങനെ ഒരു പ്രതി ഇത്ര ലാഘവത്തോടെ അവിടെ കാര്യങ്ങൾ ചെയ്യാൻ കാരണമായവർ ആരൊക്കെയാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇനി നമുക്കൊരു ഇടവേള എടുക്കണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് പെരുമാറ്റച്ചട്ടം വന്നിരിക്കുന്നു. കൃഷി വകുപ്പിൻ്റെ ഓഫീസുകളിൽ എത്തുന്നവരോട് മാന്യമായി പെരുമാറണമെന്ന നിർദ്ദേശം. ഫോണിലും നേരിട്ടും ബന്ധപ്പെടുന്നവരുടെ മോശമായി പെരുമാറുന്നു എന്ന പരാതിയെ തുടർന്നാണ് പുതിയ സർക്കുലർ. ഈ സർക്കുലർ എത്ര പേർ പാലിക്കും എന്നറിയില്ല. പ്രൈം ടൈം തുടരുകയാണ്. അബൂബക്കർ പറയുന്നു, കടുവയെ വധിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തത് വനംവകുപ്പല്ല, അഭിനന്ദിക്കേണ്ടത് നരഭോജി കടുവയെ നേരിട്ട മറ്റൊരു കടുവയാണ്. അത് പറയില്ല. ഇനി മറ്റൊരു കടുവയുടെ കാര്യം പഞ്ചാരക്കൊല്ലിക്കാർക്ക് താങ്ങാൻ കഴിയുന്നതല്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക. എന്തായാലും നമ്മുടെ വനപാലകർ എടുത്ത സ്ട്രെയിനും അവരെടുത്ത എഫേർട്ടുകളൊന്നും നമ്മൾ കുറച്ച് കാണരുത്. കാരണം രാപകലില്ലാതെ അവർ പ്രയത്നിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിനിടയിൽ ചില ആൾക്കാർ ചോദിക്കുന്നത്, ശരിക്കും ഈ കടുവയെ കൊന്നതല്ലേ എന്ന്. അങ്ങനെയല്ല എന്നാണ് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞത്. മാത്രമല്ല ഇത്തരം ഓപ്പറേഷൻസ് രാത്രി കാലത്ത് നടത്താറുമില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് സൂചിപ്പിച്ചു. ആ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഞാൻ കടക്കുകയാണ്. പാലക്കാട് എലപ്പുള്ളിയിലെ വൻകിട മദ്യനിർമ്മാണശാലയെ എതിർക്കാൻ CPI തീരുമാനിക്കുന്നു. പാലക്കാട് ജില്ലാ ഘടകത്തിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കാൻ ഇന്ന് ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനമുണ്ടായി. മദ്യനിർമ്മാണശാലയുടെ അനുമതി റദ്ദാക്കണമെന്ന് LDF ആവശ്യപ്പെടുമെന്ന് CPI. ശ്രീജിത്ത് ഈ ബ്രേക്കിംഗ് വാർത്തയുമായി തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. ശ്രീജിത്ത്, ഏറ്റവും അവസാനം അവർക്ക് നേരം വെളുത്തു, പറയൂ. SKN ഇന്ന് ആലപ്പുഴയിൽ ചേർന്ന CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവാണ് എലപ്പുള്ളിയിലെ വിവാദ മദ്യനിർമ്മാണശാലയെ എതിർക്കാൻ തീരുമാനമെടുത്തത്. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഈ ബ്രുവറി വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ഈ കാര്യത്തിൻ്റെ ഗൗരവം വേണ്ട വിധം മനസ്സിലാക്കുന്നതിൽ പാർട്ടി നേതൃത്വത്തിനും മന്ത്രിമാർക്കും പിഴവ് പറ്റിയെന്ന സ്വയം വിമർശനവും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായി. ഈ വിമർശനത്തിനൊടുവിലാണ് പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവിൻ്റെ നിലപാടിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനമെടുത്തത്. മദ്യനിർമ്മാണശാലയ്ക്ക് നൽകിയ പ്രാരംഭാനുമതി പിൻവലിക്കണമെന്ന ആവശ്യം
ആവശ്യമാണ് CPI പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് കൈക്കൊണ്ടിരിക്കുന്നത്. ആ തീരുമാനത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവും പൂർണ്ണമായി പിന്തുണച്ചു. അതോടുകൂടി CPI എലപ്പുള്ളിയിലെ വിവാദ മദ്യനിർമ്മാണശാലയ്ക്ക് പ്രാരംഭ അനുമതി നൽകിയതിനെ റദ്ദാക്കണമെന്ന ആവശ്യം ഔദ്യോഗികമായി ഉന്നയിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ ആവശ്യം മുന്നണി നേതൃത്വത്തെ അറിയിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറിയെ എക്സിക്യൂട്ടീവ് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. മുന്നണി നേതൃത്വവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വൈകാതെ സംസാരിക്കും. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല. പ്രത്യേകിച്ചും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള എതിർപ്പല്ല, മറിച്ച് കുടിവെള്ള പ്രശ്നത്തെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രദേശവാസികളെയും മറ്റാളുകളെയും പിണക്കിക്കൊണ്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന ചർച്ചയും വിലയിരുത്തലുമാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉണ്ടായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതിയെ പൂർണ്ണമായും എതിർക്കാനുള്ള തീരുമാനത്തിലേക്ക് വന്നത്. നേരത്തെ പദ്ധതിയിൽ അഴിമതി ആരോപിച്ച പ്രതിപക്ഷവും പദ്ധതി നടത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിനൊപ്പം CPI കൂടി ചേരുമ്പോൾ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ തീരുമാനത്തിൽ CPM മുന്നണിയിൽ ഒറ്റപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരികയാണ്. ശ്രീജിത്ത്, ഒരു സുഹൃത്ത് എന്നോട് ചോദിക്കുന്നു, നമുക്ക് ഈ വിമൻസ് ഈവനിങ് അങ്ങ് നിർത്തിക്കളഞ്ഞാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾ ആ പ്രോഗ്രാം ഇഷ്ടമാണെന്ന് ഒരുപാട് പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. മാത്രമേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു പരിപാടി നമ്മൾ എന്തിനാ പെട്ടെന്ന് കയറി നിർത്തുന്നത്? താങ്കൾ ആലോചിച്ച് നോക്കൂ. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ സമരം പിൻവലിച്ചു. മുഖ്യമന്ത്രി ഇടപെട്ടതിന് പിന്നാലെ വ്യാപാരികളുമായി ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. കമ്മീഷൻ തുക എല്ലാ മാസവും 15-ാം തീയതിക്കകം നൽകാമെന്നും വേതന പരിഷ്കരണം മാർച്ചിൽ ചർച്ച ചെയ്യാമെന്നും വ്യാപാരികൾക്ക് ഇന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ഉറപ്പ് നൽകിയതോടെ സമരം പിൻവലിക്കാൻ റേഷൻ വ്യാപാരികൾ തീരുമാനിക്കുകയായിരുന്നു. റേഷൻ വ്യാപാരികൾ സമരം തുടങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് സർക്കാരിന്റെ അനുനയ നീക്കം. സമരം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ ഭക്ഷ്യമന്ത്രി നേരിട്ട് വ്യാപാരികളെ ചർച്ചയ്ക്ക് വിളിച്ചു. LDF കൺവീനർ TP രാമകൃഷ്ണനും സമരം അവസാനിപ്പിക്കണമെന്ന് വ്യാപാരികളോട് ആവശ്യപ്പെട്ടു. വ്യാപാരികൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി. കമ്മീഷൻ തുക കൂട്ടുന്നതിൽ മാർച്ച് മാസം അന്തിമ തീരുമാനമെന്ന് മന്ത്രി GR അനിൽ. കമ്മീഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മാർച്ചിൽ ആരംഭിക്കാമെന്ന് പറഞ്ഞു. എത്രയും വേഗത്തിൽ അത് പൂർത്തിയാക്കാം. അർഹമായിട്ടുള്ള വർധനവ് എന്താണോ എന്ന് ആ ചർച്ചയിൽ ഉയർന്നു വരുന്നത് അത് നടപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചർച്ചയിൽ തൃപ്തിയുണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഭക്ഷ്യമന്ത്രിയുടെ വാശിയാണ് സമരത്തിലേക്ക് നയിച്ചതെന്ന് സമരസമിതി നേതാവ് ജോണി നെല്ലൂർ. ആ റിപ്പോർട്ടിന്മേൽ മാർച്ച് മാസം ആദ്യം നിങ്ങളുമായി ചർച്ച ചെയ്യാം, എത്രയും പെട്ടെന്ന് അതിൽ തീരുമാനമെടുക്കാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഈ തീരുമാനം അദ്ദേഹം കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഈ സമരത്തിലേക്ക് പോകില്ലായിരുന്നു. ഇന്ന് അദ്ദേഹം ഈ നിലപാട് മാറ്റുവാൻ പ്രേരിപ്പിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. സമരത്തിന് പിന്തുണ അറിയിച്ച 5 സംഘടനകളുടെയും റേഷൻ വ്യാപാരികൾ കടകൾ പൂർണ്ണമായും അടച്ചിട്ടു. 14,000-ഓളം റേഷൻ കടകളിൽ 200-ൽ താഴെ കടകൾ മാത്രമാണ് ഇന്ന് തുറന്ന് പ്രവർത്തിച്ചത്. നാളെയോടെ അടുത്ത മാസത്തേക്കുള്ള ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടകളിലെത്തും. 24 തിരുവനന്തപുരം. നമ്മുടെ ഉണ്ണികൃഷ്ണൻ പറയുന്നു, ഒരു കൊലപാതക കേസിലെ പ്രതി ജാമ്യത്തിലിറങ്ങി മറ്റ് 2 കൊലപാതകം നടത്തിയാൽ അയാളുടെ മരണം വരെ അയാളെ ബലം പ്രയോഗിച്ച് കിടക്കാൻ പോലീസിനാകണം എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ PJ പറയുന്ന SKN എല്ലാ ഊർജ്ജവും ഇപ്പോൾ കളയരുത്, നാളെ നമുക്ക് മോർണിംഗ് ഷോയിൽ കത്തി കയറാനുണ്ട്. അതൊക്കെ നമ്മൾ കയറൂല്ലേ? അതൊക്കെ നമ്മൾ എക്സർസൈസ് ചെയ്തിട്ടൊക്കെ അല്ലേ രാവിലെ വരുന്നത്. അപ്പം നമുക്ക് ഊർജ്ജമൊക്കെ കാണും. ഊർജ്ജം ഇല്ലാതാകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അവസാനം വരെ നമ്മൾ ഊർജ്ജം നമ്മൾ നിലനിർത്തും. എപ്പടി ഓക്കെ. ഇങ്ങനെ ഇപ്പടി പോകാം. പാലക്കാട് നെന്മാറയിൽ ഇരട്ടക്കൊലപാതകം നടത്തിയ ചെന്താമര ഭീഷണിപ്പെടുത്തിയത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ഈ ഭീഷണിക്ക് വിധേയായ പുഷ്പ പറയുന്നു. ചെന്താമരൻ്റെ ഭാര്യയുമായി കൂട്ടുകൂടിയതാണ് തന്നോടുള്ള വൈരാഗ്യം തോന്നാൻ കാരണമെന്ന് പുഷ്പ 24-നോട് പറഞ്ഞു. ഈ പുഷ്പയും കൊലപ്പെടുത്തുമെന്നാണ് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലപ്പെട്ട സുധാകരൻ്റെ മകൾ പരാതി നൽകി ഒരാഴ്ച കഴിഞ്ഞാണ് പുഷ്പ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. പോത്തുണ്ടിയിൽ 2 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ചെന്താമര മറ്റ് 2 പേരെ കൂടി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു. അതിലൊന്ന് അവരുടെ അയൽവാസി തന്നെയായിട്ടുള്ള സ്ത്രീയാണ്. അവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് താങ്കളോട് ഇത്ര ഒരു വൈരാഗ്യം ഇയാൾക്കുണ്ടാവുന്നത്? അത് തന്നെ, അയാളുടെ ഭാര്യ ഞങ്ങൾക്ക് ADS ഒക്കെ ആയിരുന്നു. അപ്പം അയാളുടെ ഭാര്യനെ ഞങ്ങൾ പറഞ്ഞയച്ചു. ഞങ്ങളുടെ മൂലമാണ് ഒരു കുടുംബം തകർന്നു. ഞങ്ങൾ മന്ത്രവാദത്തിന് പോകുകയാണെന്നാണ് അയാളുടെ നിയമം. ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു പറഞ്ഞത്. മന്ത്രവാദത്തിന് പോയിട്ടാണ് എൻ്റെ കുടുംബം തകർന്നു പോയത്. ഇയാൾ മന്ത്രവാദി, അവിടെ ഇവിടെയൊക്കെ തൃശ്ശൂർ അവിടെയൊക്കെ പോകും. ഞങ്ങളൊക്കെ രാവിലെ എണീറ്റ് ഒരുങ്ങി പുറപ്പെട്ടൊക്കെ പോണത് അയാൾക്ക് ഇഷ്ടമല്ല. താങ്കളോടുള്ള വൈരാഗ്യത്തിന് കാരണം അദ്ദേഹത്തിന്റെ കുടുംബം നശിച്ചത് നിങ്ങളൊക്കെ ഇടപെട്ടിട്ടാണ് എന്ന് കരുതി. അങ്ങനെയാണെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. അയാൾ ആദ്യം ആ ചേച്ചിനെ കൊന്നപ്പോൾ അങ്ങനെ പരാതി പറഞ്ഞത്. ഇവരൊക്കെ ആയിട്ടാണ് എൻ്റെ കുടുംബം തകർന്നത്, ഇവരാണ് തകർത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട്.
നിങ്ങൾ ഇപ്പോൾ ഈ രണ്ടുപേരെ കൊലപ്പെടുത്തുമെന്ന് ഇയാൾ പറഞ്ഞു നടന്നിരുന്നു, പരസ്യമായിട്ട് പറഞ്ഞിരുന്നു? ഇപ്പോഴാ ഇല്ല അപ്പൊ പറഞ്ഞു ഇവരൊക്കെ ഞാൻ കുറെ മാനസാന്തരപ്പെട്ടു തന്നെ. നീ രണ്ടുപേരിനെ രണ്ടെന്നല്ല 4 പേരിനെ കൊലപ്പെടുത്തും എന്നൊക്കെയാ പറഞ്ഞിരുന്നത്. അവരിനെ ഒന്നും പറഞ്ഞില്ല, 4 പേരിനെ കൊലപ്പെടുത്തും ആരെയാണ്. അപ്പം അവളെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഇന്നലെ മിന്നാന്നൊക്കെ ഇവിടെയൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അവളെ മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ അവള് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എന്തിനു നോക്കണ്, എൻ്റെ ജനലിൽ എന്തിനു നോക്കണം, ഞാൻ നോക്കണത് അവളെങ്ങനെ കണ്ട് എന്നാണ്. ഞാൻ എപ്പോഴും അയാളെ ശ്രദ്ധിക്കും. അത് ആദ്യം സജി ചേച്ചിന് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചു കൊണ്ട് തന്നെ ഇരുന്നത്. ഇയാളുടെ ഭാവം മാറ്റം തീ കത്തിക്കും, ചിലപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ ഇപ്പം കറണ്ട് ഇല്ലാതെ വെളുത്ത് ഇരുട്ടത്തിരിക്കും, ഭക്ഷണവും ഇല്ലാതിരിക്കും. എന്നിട്ട് ഞാൻ അവർ ഏട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അവരാൾക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നീ സൂക്ഷിച്ചിരിക്കുക, അവനെ ഒന്നും ചെയ്യില്ല, അവനിപ്പോൾ അവൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ശിക്ഷാവധി കഴിഞ്ഞാൽ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 3 പ്രാവശ്യം പോയി പെറ്റീഷൻ കൊടുക്കും. ഇത്തരത്തിൽ വലിയ പക മനസ്സിൽ വച്ച് സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ചെന്താമര എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അയാളെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു കാത്തിരിപ്പിലാണ് ഈ നാട്. എന്തായാലും ആ ശൂരമായിട്ടുള്ള കൊലപാതകത്തിൻ്റെ ആഘാതത്തിൽ നിന്ന് ഈ നാട് ഇതുവരെ മുക്തമായിട്ടുമില്ല. രാജീവ് സുദേവനൊപ്പം നെന്മാറയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24. എറണാകുളത്ത് നിന്ന് ഒരു വാർത്ത വരുന്നു. കലൂരിൽ പോലീസുകാരന് നേരെ ആക്രമണമുണ്ടായി. സ്പെഷ്യൽ SI മധുവിനാണ് പരിക്കേറ്റത്. ആക്രമണം നടത്തിയ പാലാരിവട്ടം സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിഷ്ണു സുരേഷ് ടെലിഫോണിൽ ചേരുന്നു. വിഷ്ണു, പ്രൈം ടൈമിലേക്ക് താങ്കൾക്കും സ്വാഗതം. പറയൂ. SKN ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു സംഭവം. നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ ബ്രാഞ്ച് SI മധുവിനാണ് പരിക്കേറ്റത്. ഈ മാർക്കറ്റ്, എറണാകുളം മാർക്കറ്റിന്റെ പരിസരത്ത്, പുതിയ മാർക്കറ്റിന്റെ പരിസരത്ത് ഈ സ്കൂൾ കുട്ടികളുമായി, പ്രായപൂർത്തിയാകാത്ത സ്കൂൾ പെൺകുട്ടികളുമായി ആളുകൾ എത്തുന്നുണ്ട്, ചില ലഹരി മാഫിയ സംഘങ്ങൾ എത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം സ്പെഷ്യൽ ബ്രാഞ്ചിനുണ്ടായിരുന്നു. ആ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ബ്രാഞ്ച് SI മധു അവിടെ എത്തിയത്. 2 അംഗ സംഘം അവിടെ ഉണ്ടായിരുന്നു, ഒരു സ്കൂൾ കുട്ടിയും ഉണ്ടായിരുന്നു. ഇവരുടെ ദൃശ്യം, അതായത് ഇവർ ലഹരി ഉപയോഗിക്കുകയാണോ, അത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ യുവാവ് കയ്യിൽ കരുതിയിരുന്ന ഇടിക്കട്ട ഉപയോഗിച്ച ഈ സ്പെഷ്യൽ ബ്രാഞ്ച് SIയെ മർദ്ദിച്ചത്. അദ്ദേഹത്തിന്റെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവർ ആയുധമടക്കം കരുതിക്കൊണ്ട് നടക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ ലഹരി സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തന്നെയെന്നാണ് പോലീസിന്റെ നിഗമനം. നിലവിൽ ആലപ്പുഴ സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇയാൾ എന്തിനാണ് അവിടെ എത്തിയത്, എന്തിനാണ് ഈ ആയുധം, ഇടിക്കട്ട അടക്കമുള്ള കാര്യങ്ങൾ കയ്യിൽ കൊണ്ട് നടക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ പരിശോധന പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഈ പരിക്കേറ്റ ആളുടെ, പോലീസുകാരന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഒരു അന്വേഷണത്തിന് വേണ്ടി എത്തിയ ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ മർദ്ദനമേൽക്കേണ്ട സാഹചര്യം ഉണ്ടായത്. കൊച്ചിയിൽ ലഹരി മാഫിയ സംഘങ്ങളുടെ പിടിമുറുകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും വിദ്യാർത്ഥികളാണ്, ചെറിയ പ്രായമുള്ള ആളുകളാണ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. SK ഒരു സ്റ്റോറിയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയാണ്. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് പെരുമാറ്റച്ചട്ടം വരുന്നു. കൃഷി വകുപ്പിൻ്റെ ഓഫീസുകളിൽ എത്തുന്നവരോട് വളരെ മാന്യമായി പെരുമാറണമെന്ന് സർക്കാരിൻ്റെ സർക്കുലർ. ഫോണിലും നേരിട്ടും ബന്ധപ്പെടുന്നവരോട് സർക്കാർ ഓഫീസിൽ നിന്ന് മോശമായ ആളുകൾ പെരുമാറുന്നു എന്ന പരാതിയെ തുടർന്നാണ് സർക്കാരിൻ്റെ സർക്കുലർ വന്നിരിക്കുന്നത്. വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും എന്നാണ് സർക്കുലറിൽ പറയുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ശരിക്കും ഈ സർക്കുലർ ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല, പോലീസുകാർ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ആളുകളോട് അത്രയൊക്കെ ഉള്ളൂ, അതല്ലേ എൻ്റെ കാര്യം, പറയൂ. SKN സൂചിപ്പിച്ച പോലെ സർക്കുലർ ഇല്ലാത്തതിൻ്റെയോ അല്ലെങ്കിൽ പൊതുപെരുമാറ്റച്ചട്ടം ഇല്ലാത്തതിൻ്റെയോ പ്രശ്നമല്ല. ഈ ജനങ്ങൾ വിവിധ സേവനങ്ങൾ നേടുന്നതിനായി ഓഫീസുകളിൽ എത്തുമ്പോൾ അവരോട് മോശമായി പെരുമാറുന്ന ചില ഉദ്യോഗസ്ഥരെങ്കിലും നമ്മുടെ സർക്കാർ സംവിധാനത്തിലുണ്ട്. അതാണ് ഇത്തരം സർക്കുലറുകൾ ആവർത്തിച്ചിറക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. കൃഷിഭവനുകളിലും കൃഷി വകുപ്പിൻ്റെ മറ്റ് ഓഫീസുകളിലും എത്തുന്ന പൊതുജനങ്ങളോട് മോശമായി പെരുമാറുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി P. പ്രസാദാണ് ഇത്തരമൊരു സർക്കുലർ ഇറക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കാർഷികോൽപാദന കമ്മീഷണറും കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ B. അശോകാണ് ഈ സർക്കുലർ പുറത്തിറക്കിയത്. കൃഷി വകുപ്പിൻ്റെ ഓഫീസുകളിൽ എത്തുന്ന ആളുകൾക്ക് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനും ആ ഓഫീസിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി വിലയിരുത്താനുമുള്ള ഒരു QR കോഡ് വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി എല്ലാ ഓഫീസുകളിലും പതിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അത് പല ഓഫീസുകളിലും പതിച്ചിരുന്നില്ല. അങ്ങനെ പതിച്ചാൽ QR കോഡിൽ ഈ വഴി അഭിപ്രായം രേഖപ്പെടുത്തുന്നത് മന്ത്രി വരെയുള്ളവർക്ക് അറിയാൻ കഴിയുന്നതായിരുന്നു പദ്ധതി. അതൊന്നും പാലിക്കാതെ ഫോണിലും അതോടെ നേരിട്ടും വരുന്ന ആളുകളോട് മോശമായി പെരുമാറുന്നുവെന്ന പരാതികൾ കൂടി വന്നപ്പോഴാണ്, ആവർത്തിക്കുമ്പോഴാണ് ഇത്തരം നിർദ്ദേശം നൽകിയത്. ഇങ്ങനെ ജനങ്ങളോട് മോശമായി പെരുമാറുന്നുവെന്ന ആ കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ശക്തമായ മേലോട്ടം വഹിക്കണം. അതിൽ വീഴ്ച വരുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം എന്നാണ് സർക്കുലർ പറയുന്നത്. SK പ്രൈം ടൈം തുടരുകയാണ്. സുരേഷ് പറഞ്ഞു, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പോലീസിന് കഴിയുന്നില്ല. അങ്ങനെ അടക്കിപ്പിടിച്ച് നമുക്ക് കാടടച്ച് വെടിവെക്കേണ്ട. എത്രയോ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് നന്നായി ജോലി ചെയ്യുന്നുണ്ട്. പണിയെടുക്കുന്നവരുടെ മുറയിൽ നമ്മൾ കളയരുത്. അതേസമയം നെന്മാറ പോലീസ് സ്റ്റേഷന് ഗുരുതരമായ വീഴ്ച പറ്റിയെന്ന് പറഞ്ഞാൽ അത് വളരെ ശരിയാണ്.
സജി മാങ്കോട് സ്കേൻ പണ്ടൊക്കെ ഈ ചെറുപ്പക്കാർ ആരെങ്കിലുമൊക്കെ പുക വലിക്കുമ്പോൾ പ്രായമുള്ളവർ കടന്നു വന്നാൽ പെട്ടെന്ന് അവരത് വലിച്ചെറിയുമായിരുന്നു. ഇന്നിലിപ്പോൾ പ്രായമായവരെ കണ്ടാലത് മൈൻഡ് ചെയ്യത്തില്ല. പ്രായമായവരൊക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആയി തുടങ്ങിയോന്നാണ് എൻ്റെ സംശയം. അതിൻ്റെയൊക്കെ ഒരു കാലം പോയി കേട്ടോ. നമുക്ക് ഈ നമ്മൾ പണ്ട് അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് അഭിമാനം കൊണ്ടിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അടിയന്തരമായിട്ടൊരു വാർത്ത വരുന്നുണ്ട്. കൊച്ചി തമ്മനത്ത് തീപിടുത്തമുണ്ടായി. സൗത്ത് ജനത റോഡിലെ 2 വീലർ വർക്ക്ഷോപ്പിനാണ് തീപിടിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. ഇപ്പോൾ അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അഭിനന്ദ്, വിശദാംശങ്ങൾ. SKN ഇന്ന് വൈകിട്ട് 8:15 ഈ പാലാരിവട്ടം സൗത്ത് ജനതാ റോഡിലെ ഈ 2 വീലർ വർക്ക്ഷോപ്പിന് തീപിടുത്തം ഉണ്ടായത്. ഏതാണ്ട് 25ഓളം ബൈക്കുകൾ അവിടെ അറ്റകുറ്റപ്പണികൾക്കായി എത്തിച്ച വർക്ക്ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. ചെറിയൊരു സ്പാർക്ക് ഉണ്ടായി. ആ സ്പാർക്ക് ഉണ്ടായതിനെ തുടർന്ന് അവിടെയുള്ള നാട്ടുകാർ അവിടെ എത്തി. അപ്പോഴേക്കും തീ പടർന്നു പിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുന്നു. കടവന്ത്രയിൽ നിന്നുള്ള 2 ഫയർഫോഴ്സ് യൂണിറ്റ് ഈ സ്ഥലത്തെത്തി ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ തീപിടുത്തം ഉണ്ടായതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. ഷോർട്ട് സർക്യൂട്ട് എന്നതാണ് പ്രാഥമിക നിഗമനം. എന്തായാലും ആർക്കും ഒരു തരത്തിലുള്ള ആളപായം ഉണ്ടായില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രദേശത്തുള്ള പ്രദേശവാസികൾ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള പ്രാഥമികമായ പരിപാടികളൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് എത്തി അത് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു തരത്തിലുള്ള ആളപായമോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു എന്നതാണ് SK. ഓക്കെ, എന്തായാലും തീ അണയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി ഫ്ലവേഴ്സ് ഒരു കോടിയിലൊക്കെ വന്നിരുന്നല്ലോ. ഈ ഷീല സണ്ണിയാണ് ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി 72 ദിവസം ജയിലിൽ കിടന്നത്. ലഹരി കേസിൽ കുടുക്കിയാണ് ഒരു നാരായണദാസ് ഇവരെ അകത്തിടാൻ കഴിഞ്ഞത്. മുൻകൂർ ജാമ്യാപേക്ഷ ഈ നാരായണദാസ് ഇപ്പോൾ ഹൈക്കോടതി നൽകി. ഹൈക്കോടതി അത് തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല 7 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്നും കീഴടങ്ങണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. നിരപരാധിയായ ഒരു സ്ത്രീയെ 72 ദിവസം ജയിലിൽ അടച്ചതിന് ആര് നഷ്ടപരിഹാരം കൊടുക്കുമെന്നും കോടതി ഇന്ന് ചോദിച്ചു. അക്ഷരാർത്ഥത്തിൽ ശരിയായ ചോദ്യമാണ്. 72 ദിവസം അവരുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റി ഇവർ. അവരോട് എന്ത് മറുപടിയാണ് ഈ സമൂഹത്തിന് പറയാൻ കഴിയുക? ചാലക്കുടി വ്യാജ മയക്കുമരുന്ന് കേസിൽ NM നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ. വിഷലിപ്തമായ പ്രവൃത്തിയാണ് പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. വ്യാജ ആരോപണം ജീവിതം തന്നെ ഇല്ലാതാക്കും. നിരപരാധിയായ ഒരു സ്ത്രീയെ 72 ദിവസം ജയിലിൽ അടച്ചതിന് ആര് നഷ്ടപരിഹാരം നൽകുമെന്നും കോടതി ചോദിച്ചു. കള്ളക്കേസിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ ആഴത്തിലുള്ള അന്വേഷണം വേണം. പ്രതി 7 ദിവസത്തിനകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണം. 3 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ച് 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാനും നിർദ്ദേശമുണ്ട്. കള്ളക്കേസുകളുടെ കാര്യത്തിൽ നിലവിലെ ശിക്ഷ പര്യാപ്തമാണോ എന്ന് പാർലമെന്റ് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ട കോടതി കേസിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കാനും നിർദ്ദേശിച്ചു. ഷീല സണ്ണിയെ കുടുക്കാൻ ബന്ധുവിന് സ്റ്റാമ്പ് കൈമാറുകയും എക്സൈസ് ഉദ്യോഗസ്ഥനായ സതീശന് വിവരം കൈമാറുകയും ചെയ്തത് നാരായണദാസ് ആണെന്ന് എക്സൈസ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങുമെന്ന സൂചന വന്നതിന് പിന്നാലെയാണ് നാരായണദാസ് മുൻകൂർ ജാമ്യത്തിന് നീക്കം നടത്തിയത്. 24 കൊച്ചി. ഇപ്പോൾ മറ്റൊരു റിക്വസ്റ്റ് വന്നിരിക്കുന്നു. SHLP സ്കൂൾ രാമല്ലൂർ ഒരു സ്കൂൾ റേഡിയോ തുടങ്ങുന്നു. SKN ആശംസ പറയാമോ? SHLP സ്കൂൾ എല്ലാവിധമായ ആശംസകളും. റേഡിയോ നന്നായിരിക്കട്ടെ. എല്ലാ പ്രേക്ഷകർക്കും എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. അപ്പോൾ ആശംസകൾ അങ്ങനെ തന്നെ പോട്ടെ. കുട്ടികളെ നല്ല റേഡിയോ സൂപ്പറായിട്ട് നടത്തണം. കിടിലൻ സാധനമായിട്ടോ റേഡിയോ എന്ന് പറഞ്ഞാൽ. ഇന്ത്യൻ ആർമിക്ക് ആദരവായി മുൻ സൈനിക ഉദ്യോഗസ്ഥൻ മേജർ വിജയഭാർഗവനും സഹോദരൻ JS ശ്യാമും ചേർന്ന് ഒരുക്കിയ ഒരു റാപ്പ് സോങ് വളരെ ശ്രദ്ധേയമായിരിക്കുന്നു. റിപ്പബ്ലിക് ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് റൈസ് ഓഫ് ദ ബ്രേവ് എന്ന പേരിൽ റാപ്പ് സോങ് പുറത്തിറക്കിയത്. ഗായിക K ചിത്ര ഉൾപ്പെടെ നിരവധി പ്രമുഖർ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഗാനം ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഗാനം ഒന്ന് കേട്ടാലോ? കുറച്ച് ഭാഗം. Listen up, young blood, it's time to wake. For the tricolor flies with every breath we take. From the mountains high to the desert sand, the Indian army is my legend stand. Yours the land of the brave, where courage is born, where the tricolor shines through the darkest storm. From darkest frost to the scorching flames, our warriors rise to the blood and pain. Tanks roll deep and the rifles roar. When duty calls, we're at the enemy's door. With every heartbeat, we guard the land. For the honor of the nation, we take a stand. Stand tall, stand proud, the brave never fall. Feel the fire, ignite, hear the freedom call. Indian army strong, we rise and we fight. For the flag that we bleed for, day and night.
Listen up, young blood, it's time to wake. For the tricolor flies with every breath we take. From the mountains high to the desert sand, the Indian army is my legend stand. Yours the land of the brave where courage is born, where the tricolor shines through the darkest storm. From Kargil's frost to the scorching blades. 2013 ഒരു അതിശൈത്യകാലത്ത് കാർഗിൽ അതിർത്തിയിൽ ജോലി ചെയ്യുന്നതിനിടെ മേജർ വിജയ് ഭാർഗവൻ ഡയറിയിൽ കുറിച്ച വരികൾ പിന്നീട് വിരമിച്ചതിനു ശേഷം അതൊരു സംഗീതാവിഷ്കാരമാക്കാൻ തീരുമാനിച്ചു. മൊബൈൽ കണക്ടിവിറ്റി ഇല്ല, TV ഇല്ല, കറണ്ട് ഇല്ല, ജനറേറ്ററിലാണ്. പക്ഷെ എന്നാലും കറണ്ട് ഒരു 2 മണിക്കൂറൊക്കെ വരുള്ളൂ. അപ്പോൾ നമുക്ക് വേറെ ചെയ്യാനൊന്നുമില്ല. ഗാർഡ് ചെയ്യുക, പിന്നെ ബാക്കി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കുക. വെതർ ബേസിക്കലി ആ മഞ്ഞിൽ നിന്ന് രക്ഷ നേടാൻ എങ്ങനെ നേടാം, അതാണ് നമ്മുടെ ലൈഫ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എഴുതി തുടങ്ങിയ ഒരു പോമാണിത്. ഒരു ദിവസം ഒരു ലൈനോ ചിലപ്പോൾ ഒന്നും എഴുതില്ല, അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ഒരു ഡയറി ഉണ്ടായിരുന്നു, ആ ഡയറിയിൽ ഞാൻ കുറേ കാര്യങ്ങൾ എഴുതി വെക്കുമായിരുന്നു. അപ്പം അങ്ങനെ എഴുതി വെച്ചൊരു സംഭവമായിരുന്നു. Feel the fire, ignite, hear the freedom call. Indian army strong, we rise and we fight for the flag that we bleed for day and night. യുവാക്കളെ ആകർഷിക്കുന്നതിനു വേണ്ടിയാണ് റാപ്പ് സോങ്ങായി അവതരിപ്പിച്ചത്. വിജയ് അഭിനയിച്ച രംഗങ്ങൾ ബംഗളൂരുവിലും സഹോദരൻ JS ശ്യാമിന്റെ ഭാഗം ദോഹയിലുമായി ചിത്രീകരിച്ചു. ലിറിക്സ് നല്ലൊരു ബ്ലഡ് പമ്പിങ് ലിറിക്സ് ആയിരുന്നു. അപ്പൊ നമ്മളത് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം ചെറിയ സ്കെയിലിൽ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് വെറുതെ കേട്ട് നോക്കിയപ്പോ ഒരു കേൾക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ അത് റാപ്പ് കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോ നമ്മളെ മോളെ കേൾപ്പിച്ചപ്പോ 9 വയസ്സുള്ള ആളാണ്. അവർക്ക് ഇപ്പൊ പുതിയ ട്രെൻഡിങ് ആണല്ലോ, നമ്മുടെ ജനറേഷനിലല്ലോ. അപ്പൊ അവർക്ക് കേട്ടപ്പോ അത് കൂടുതൽ ഇഷ്ടമായി. ഇത് രസമുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ നമ്മള് പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു. മേജർ വിജയുടെ വരികൾക്ക് ശ്യാം തന്നെയാണ് സംഗീതം നൽകിയത്. ഇരുവരും ചേർന്ന് ആലാപനവും. Indian army strong, we rise and we fight for the flag that we bleed for day and night. In the heart of ബംഗളൂരു. നിധി തേടി ഇറങ്ങിയ കുറച്ച് ആളുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. കാസർഗോഡ് കുമ്പള അരിക്കാടിക്കോട്ടയിൽ നിധി കുഴിച്ചെടുക്കാൻ 5 പേർ എത്തി. അവർ പോലീസ് പിടിയിലായി. മുസ്ലിം ലീഗ് നേതാവായ മൊഗ്രാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കം കോട്ടയ്ക്കകത്ത് കിണറ്റിനുള്ളിൽ നിധി ഉണ്ടെന്ന് കരുതി കിണറ്റിലിറങ്ങി. ശബ്ദം കെട്ടെത്തിയ നാട്ടുകാരാണ് സംഘത്തെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. പുരാവസ്തു വകുപ്പിന് കീഴിലെ കുമ്പള അരിക്കാടി കോട്ടയിലാണ് നിധി കുഴിച്ചെടുക്കാൻ സംഘം എത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. കോട്ടയ്ക്ക് അകത്തുള്ള കിണറിനുള്ളിൽ നിന്നാണ് ഇവർ നിധിയെടുക്കാൻ ശ്രമിച്ചത്. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ, ഭീമരടി സ്വദേശി അജാസ്, മൊഗ്രാൽ പുത്തൂർ സ്വദേശി അഫാർ, ഉളിയാർ സ്വദേശി മുഹമ്മദ് ഫിറോസ്, ബംഗള സ്വദേശി സഹദുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. കോട്ടയ്ക്കകത്തുനിന്ന് ശബ്ദം കേട്ട് സമീപവാസികൾ എത്തിയപ്പോഴാണ് സംഘത്തെ കണ്ടത്. കുമ്പള പോലീസ് എത്തി ഇവരെ കസ്റ്റഡിയിലെടുത്തു. 3 ദിവസം മുൻപും ഇവർ കോട്ടയ്ക്കകത്ത് നിധി അന്വേഷിച്ചെത്തിയിരുന്നു എന്നാണ് സൂചന. കണ്ണൂർ ഭാഗത്ത് കുടുംബശ്രീ പ്രവർത്തകർക്ക് നിധി ലഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിപ്പിച്ച് യുവാക്കളെ പ്രലോഭിപ്പിച്ചാണ് കോട്ടയിൽ എത്തിച്ചതെന്നാണ് വിവരം. 24 കാസർഗോഡ്. എന്തായാലും നിധി തേടി ഇറങ്ങിയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവസ്ഥ ഓർത്ത് നമുക്ക് ചെറിയൊരു വിഷമം വരുന്നു. ഇതോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. ഇനി നമ്മൾ കാണുക നാളെ മോർണിംഗ് ഷോയിൽ രാവിലെ 7 മണിക്ക്. പ്രൈം ടൈം വിത്ത് SKN ഇനി നാളെ രാത്രി 8:30 സംപ്രേഷണം ചെയ്യും. ഇപ്പോൾ വാർത്തകൾ ഒരുപാട് വരുന്നു. വാർത്തകൾ മഴ പോലെ വരികയാണ്. വാർത്താ മഴയുമായി S വിജയകുമാർ വരുന്നു. ഒരു നല്ല രാത്രി നിങ്ങൾക്ക് ഞാൻ നേരുന്നു.